എല്ലാവർക്കും ഫോട്ടോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ സൗണ്ട്. വീഡിയോ എഡിറ്റിങ്ങിൽ നമ്മൾ കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഒരു വീഡിയോന് ലൈഫ് കൊടുക്കാൻ വേണ്ടി അതിന് സൗണ്ട് എന്ന് പറയുന്നൊരു സംഭവം വേണം. അപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ഈ സൗണ്ടിൻ്റെ എന്താ പറയുക, നമ്മൾ എത്ര ചെയ്താലും വോയിസ് കുറയുന്നൊരു പ്രശ്നം നമുക്കുണ്ട്. അപ്പോൾ യൂട്യൂബർ ആയാലും വ്ളോഗർ ആയാലും എന്താ പറയുക, ഒരു മേഷപ്പ് ചെയ്യുന്ന ആളായാലും ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളായാലും നമ്മുടെ വീഡിയോന് സൗണ്ട് കുറഞ്ഞാൽ അത് പോയി. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സൗണ്ട് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മിനിമം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് എന്താ പറയുക, ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ, ഈ ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ സൗണ്ട് പുറമേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് എന്തായാലും വർക്ക് ചെയ്യുന്ന എനിക്ക് ഷുവറാണ്. അപ്പോൾ ഇത് സിമ്പിൾ ട്രിക്കാണ്, ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏത് വീഡിയോൻ്റെ സൗണ്ടാണോ ഇൻക്രീസ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്തായാലും ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെടുത്ത് ആയിക്കോട്ടെ അത് ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് മസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ അപ്പോഴേ നമുക്ക് സൗണ്ടിൻ്റെ വേരിയേഷൻ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഹെഡ്സെറ്റ് മസ്റ്റാണ്. ഓക്കെ, ഹെഡ്സെറ്റ് ഈ വീഡിയോ എന്താ ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ആ വേരിയേഷൻ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ബാറിന് താഴെ, നമ്മുടെ ഓഡിയോ ബാറിൻ്റെ താഴെയാണ് വോയിസിൻ്റെ ലെവലുള്ളത്. അപ്പോൾ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓഡിയോ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ചെയ്തിട്ട് ഒരു വല്ലാത്തൊരു ഇതിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സെലക്ട് ചെയ്ത ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ എടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ കാണും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും, ആ വീഡിയോയുടെ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ വീഡിയോ നമ്മൾ സൗണ്ട് ബാർ ക്ലിക്ക് ചെയ്തിട്ട് 100 ആക്കുക. എന്നിട്ട് ഇത് ലെഫ്റ്റിൽ തന്നെ കിടക്കട്ടെ, ഈ റൈറ്റിലുള്ളത് വന്നിട്ട് 0 ആക്കിയിടാം. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ലെഫ്റ്റിലെ ബാറ് ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ആ ഓഡിയോയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ ലെഫ്റ്റ് കാണുന്ന നമ്മൾ റൈറ്റിലേക്ക് ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഓഡിയോ ബാർ അങ്ങ് കയറിയത് കണ്ടോ. അപ്പോൾ ഈ മെത്തേഡാണ് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ സൗണ്ടിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാനൊരു ഹെഡ്സെറ്റ് വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് എന്തായാലും ഇത്രയും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഇതിൽ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മ്യൂസിക്കൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്ത് വീഡിയോ ആയിക്കോട്ടെ അതിന് ലിപ്സിങ് നമ്മൾ കറക്റ്റ് ചെയ്യണം. ആ ലിപ്സിങ് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. എല്ലാം ഞാൻ സിമ്പിൾ കാര്യമാണ്, പക്ഷേ ഇത് ആൾക്കാർക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സീ യു സൂൺ.